വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മാർക്കോസ് രചിച്ച നമ്മുടെ കർത്താവ് ഈശോയുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 12, 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. സീസറിന് നികുതി കൊടുക്കണമോ? അവനെ വാക്കിൽ കൊടുക്കുന്നതിനു വേണ്ടി കുറെ ഫരിസേയരെയും ഹെരോദേസ് പക്ഷക്കാരെയും അവർ അവന്റെ അടുത്തേക്ക് അയച്ചു. അവർ വന്ന് അവനോട് പറഞ്ഞു, ഗുരു, നീ സത്യവാനാണെന്നും ആരുടെയും മുഖം നോക്കാതെ നിർഭയം ദൈവത്തിന്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നെന്നും ഞങ്ങൾ അറിയുന്നു. സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ? അവരുടെ കാപട്യം മനസ്സിലാക്കി അവൻ പറഞ്ഞു, നിങ്ങൾ എന്തിന് എന്നെ പരീക്ഷിക്കുന്നു? 1 ദനാറ എന്റെ അടുത്ത് കൊണ്ടുവരിക, ഞാൻ കാണട്ടെ. അവർ അത് കൊണ്ടുവന്നപ്പോൾ അവൻ ചോദിച്ചു, ഈ രൂപവും ലിഖിതവും ആരുടേതാണ്? സീസറിന്റേത് എന്നവർ പറഞ്ഞു. യേശു അവരോട് പറഞ്ഞു, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. അവർ അവനെക്കുറിച്ച് വിസ്മയിച്ചു. യേശു ജീവിത പ്രതിസന്ധികളെ നേരിട്ട രീതി. യേശുവിനെ സംബന്ധിച്ച് സുവിശേഷങ്ങളിൽ കാണുന്ന പരാമർശങ്ങളിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒന്നാണല്ലോ അവൻ നന്മ ചെയ്തുകൊണ്ട് ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു എന്നുള്ള ഒരു പരാമർശം. നന്മ ചെയ്തുകൊണ്ട് യേശു ജീവിക്കാനിടവന്നു എന്നൊരൊറ്റ കാരണത്താൽ തന്നെ സമൂഹത്തിൽ നിന്ന് എതിർപ്പുകൾ നേരിടേണ്ടി വരാൻ ഇടവന്നു എന്നുള്ളതാണ് യേശുവിന്റെ ജീവിതത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. ഇന്നത്തെ സുവിശേഷം തന്നെ അതിനെ ഒരു തെളിവ് എന്ന രീതിയിൽ നമുക്ക് നോക്കിക്കാണാവുന്നതാണ്. യഹൂദ സമൂഹത്തിലെ മേലെ തട്ടുകാര് എന്ന രീതിയിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന 2 വിഭാഗക്കാരാണ് ഫരീസയരും ഹെറോദിയൻസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഹെറോദേസ് പക്ഷക്കാരും. പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ 2 കൂട്ടരും വിരുദ്ധ അഭിപ്രായക്കാരാണ്, വിരോധികളാണ്. എന്നാൽ യേശുവിനെതിരായിട്ട് നിൽക്കുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ വിരോധികളായിട്ടുള്ള 2 കൂട്ടരും ഒന്നിച്ചു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഇന്നത്തെ സുവിശേഷത്തിന്റെ പ്രതിപാദ്യ വിഷയം അനുസരിച്ച് ഫരീസയരിൽ നിന്നും ഹെറോദിയൻസിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ അടങ്ങുന്ന ഒരു സംഘത്തെ, ആ സംഘമാണ് യേശുവിനെ സമീപിക്കുന്നത്. യേശുവിനെ സമീപിച്ചുകൊണ്ട് ആ സംഘത്തിലെ വ്യക്തികള് വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള രീതിയിലാണ് യേശുവായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അങ്ങനെ സൗഹാർദ്ദത്തോടു കൂടി തുടങ്ങിയ സംഭാഷണത്തിലെ വളരെ നിഷ്കളങ്കമായ രീതിയിൽ എന്ന് മനസ്സിലാക്കാൻ വരുന്ന ഒരു ചോദ്യം അവർ ഉതിർക്കുകയാണ് യേശുവിനോട്. അവർ ഒരു ചോദ്യം ചോദിച്ച ചോദ്യം ഇതാണ്: റബ്ബി, സീസറിന് നികുതി കൊടുക്കണോ കൊടുക്കണ്ടയോ? വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു ചോദ്യം എന്ന രീതിയിലാണ് സാധാരണക്കാർക്ക് അത് തോന്നുക. പക്ഷേ ആ ചോദ്യത്തിന്റെ ഉള്ളിൽ യേശുവിനെ എതിരായിട്ടുള്ള ശക്തമായ ഒരു കെണി ഒരുക്കിയിരുന്നു എന്നുള്ളതാണ് സത്യം. ഈ കെണി നമ്മളൊന്ന് മനസ്സിലാക്കണം. സീസർ എന്ന് പറയുന്നത് യഹൂദന്മാരുടെ മേല് പോലും ഭരണാധികാരമുള്ള ചക്രവർത്തിയാണ്. സീസറിന് നികുതി കൊടുക്കേണ്ടതാണ് എന്ന് യേശു പറഞ്ഞാൽ അത് യഹൂദ മതത്തിന്റെ നിയമത്തിന് എതിരാണത്. യഹൂദ മതം അനുസരിച്ച് യഹോവയെ അല്ലാതെ മറ്റൊരു രാജാവിനെ അവർക്ക് അംഗീകരിക്കാൻ പാടില്ല. അതുകൊണ്ട് റോമൻ ചക്രവർത്തിയായിട്ട് സീസറിന് നികുതി കൊടുക്കാൻ യേശു പറഞ്ഞു എന്നുണ്ടെങ്കിൽ ആ ചക്രവർത്തിയെ യേശു അംഗീകരിക്കുന്നു. അതുകൊണ്ട് യഹൂദ മതത്തിന് എതിരാണ് ഇവൻ എന്നുള്ളതാണ്. മതത്തിന് എതിരായിട്ട് മതദൂഷണ കുറ്റം ഇവരിൽ ചുമത്താം. ഇതാണ് അതിന്റെ ഒരു കെണിയുടെ ഒരു വശം. എന്നാൽ യേശു ഇനി നികുതി കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. സീസറിന്, ചക്രവർത്തിക്ക് നികുതി കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അവിടെയും കെണിയുണ്ട്. അത് രാജ്യത്തിന്റെ നിയമമാണ്. നികുതി കൊടുക്കുക എന്നുള്ളത് പൗരന്റെ കടമയാണ്, അത് രാജ്യത്തിന്റെ നിയമമാണ്. അപ്പൊ ചക്രവർത്തിക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള നികുതി കൊടുക്കേണ്ട എന്ന് യേശു പറഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റം ചുമത്താം യേശുവില്.
അപ്പൊ കൊടുക്കണമെന്ന് പറഞ്ഞാൽ മതദ്രോഹമായി, കൊടുക്കേണ്ട എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹമായി. രണ്ടു വിധത്തിലും യേശുവിനെ കെണിയിൽപ്പെടുത്താം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പ്രത്യക്ഷത്തിൽ നിഷ്കളങ്കമായിട്ടുള്ള ഒരു ചോദ്യം എന്ന് തോന്നാവുന്ന ഈ ചോദ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികള് ഒന്നിച്ച് ശക്യമനോഭാവത്തോടു കൂടി യേശുവിനെതിരായിട്ട് സംഘടിച്ചു വന്നിരിക്കുന്നത്. യേശു തന്നെ ആയതുകൊണ്ടും പെട്ടെന്ന് ഇവരുടെ വക്രതയും കുടിലതയും മനസ്സിലാക്കിക്കൊണ്ട് യേശു അതിനെ കൈകാര്യം ചെയ്ത രീതി ഇന്ന് പോലും നമുക്ക് വിസ്മയം തോന്നാവുന്ന രീതിയാണ് എന്ന് സമ്മതിക്കേണ്ടി വരും. യേശു പറയുന്നു വളരെ ശാന്തമായ രീതിയിൽ ഇവരുടെ ചോദ്യം കേട്ടതിന് ശേഷം ഒരു ദേനാറ നാണയം കൊണ്ടുവരാൻ പറയാ. അപ്പൊ യേശുവിന്റെ കയ്യിൽ വിവശം അത് ഉണ്ടായി കാണണം എന്നില്ല, ഉണ്ടെങ്കിൽ അത് എടുക്കാമായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് ഉണ്ടായി കാണാം ഇല്ല എന്ന് നമുക്ക് വിചാരിക്കാം. ദേനാറ ഒരു നാണയം കൊണ്ടുവരാൻ പറയുന്നു. അവർ ഉടനെ തന്നെ അവരുടെ കൈവശം ഉണ്ടാകും. ദേനാറ നാണയം എടുത്തു യേശുവിനെ കാണിക്കുന്നു. യേശു അവരെ കയ്യിൽ നിന്ന് ആ നാണയം വാങ്ങിയിട്ട് അതിൽ ചക്രവർത്തിയുടെ മുദ്രയും പേരും ആലേഖനം ചെയ്തിട്ടുണ്ട്. അതാണ് റോമൻ നാണയത്തിന്റെ രീതി. ആ ആലേഖനം ചെയ്തിട്ടുള്ള ഭാഗം അവരെ കാണിച്ചുകൊണ്ട് അവരോട് ചോദിക്കുകയാണ് യേശു, ഇത് ആരുടെ രൂപമാണ്, ആരുടെ പേരാണ് ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നത്? ഉടനെ അവർ ഉത്തരം പറയുന്നത് സീസറിന്റെ. ഉടനെ യേശു ഉത്തരം പറയുന്നു, സീസറിനുള്ളത് സീസറിന് കൊടുക്കുവേൻ. അല്പം പോസ് ചെയ്തതിന് ശേഷം യേശു വീണ്ടും തുടരുന്നു, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുവേൻ. യേശു അവരുടെ ചോദ്യത്തെ നേരിട്ട രീതി അവരെ സംബന്ധിച്ച് പോലും വിസ്മയം തോന്നത്തക്ക വിധത്തിലായി. സുവിശേഷകൻ മർക്കോസ് നമ്മുടെ മുമ്പിൽ പറയുന്നു, അവര് വിസ്മയിച്ച് പിന്നെ ഒന്നും അവരോട് ചോദിക്കാൻ അവർ ധൈര്യമില്ലാതെ യേശുവിനെ വിട്ടുപോയി എന്നാ പറയുന്നത്. യേശു സമൂഹത്തിൽ നന്മ ചെയ്തുകൊണ്ട് നടന്നു നീങ്ങി എന്നതൊറ്റ കാരണത്താൽ തന്നെ യേശുവിനെതിരായിട്ട് സമൂഹം നിലനിൽക്കുമ്പോ ആ എതിർപ്പിനെ നേരിട്ട രീതി യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഒരു റോൾ മോഡൽ എന്ന രീതിയിൽ പോലും നമുക്ക് കാണാവുന്നതല്ലേ? ജീവിതത്തിൽ നമ്മൾ സ്വാംശീകരിച്ചെടുക്കാവുന്ന ഒരു റോൾ മോഡലിന്റെ യഥാർത്ഥ ചിത്രം, കത്തിജ്വലിക്കുന്ന ചിത്രം യേശുവിന്റേത് പ്രകടിപ്പിക്കുകയല്ലേ ഇന്നത്തെ സുവിശേഷം എന്ന് ധരിക്കുന്നതിൽ തെറ്റില്ല.